കാസർഗോഡ് കളക്ടറേറ്റിലെ ജീവനക്കാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വസ്തുതാപരമായ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ റവന്യൂ കമ്മീഷണറുമായും ജില്ലാ കളക്ടറുമായും വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വിഷം കഴിച്ച് 2 ദിവസത്തിനു ശേഷമാണ് ജീവനക്കാരി മരണപ്പെട്ടത്. ആശുപത്രിയിൽ വെച്ച് പോലീസിന് നൽകിയ മൊഴിയിൽ വീട്ടിലെയും ഓഫീസിലെയും മാനസിക സമ്മർദ്ദമാണ് കാരണമെന്ന് പറഞ്ഞതായാണ് വിവരം. ആർക്കുമെതിരെ പരാതിയില്ലെന്നും മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയോ സമ്മർദ്ദമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും എ.പി. അനിൽകുമാർ വ്യക്തമാക്കി. അതേസമയം ജീവനക്കാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കും മന്ത്രി മറുപടി നൽകി. നിലവിലെ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപാണ് സെക്ഷൻ മാറ്റം നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിൽ നിന്ന് എൻഡോസൾഫാൻ സെക്ഷനിലേക്കാണ് ജീവനക്കാരിയെ മാറ്റിയത്. താരതമ്യേന ജോലിഭാരം കുറഞ്ഞ സെക്ഷനാണിതെന്നും മന്ത്രി വ്യക്തമാക്കി. കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാതെ എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും എ.പി. അനിൽകുമാർ കൂട്ടിച്ചേർത്തു. നല്ലുള്ള സെക്ഷൻ മാറുന്നുള്ളൂ. സെക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് എൻഡോസൾഫാൻ സെക്ഷനിലേക്ക് മാറ്റി. എൻഡോസൾഫാൻ സെക്ഷൻ ഏറ്റവും ജോലി കുറഞ്ഞ സെക്ഷനാണ് എന്നാണ് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നതല്ല എന്നുള്ളതാണ്. ഏതായാൽ പോലും അത്തരം കാര്യങ്ങൾ സെക്ഷൻ മാറിയതാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സാണോ എന്നുള്ളതൊക്കെ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ വരും. പക്ഷേ ഏതായാലും പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ആളുകൾ എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയമായി കാണുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നതെന്ന് അറിയട്ടെ. അറിഞ്ഞ ശേഷം നമുക്ക് ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം. അറിയുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ഗവൺമെന്റിന്റെ വീഴ്ചയായി പറയുന്നത് എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം കാണുന്ന ഒരു ഭാഗമാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വിഷയത്തിൽ മന്ത്രിമാരുടെ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഉപസമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്തിമ നിലപാട് വ്യക്തമാക്കുകയെന്നും എ.പി. അനിൽകുമാർ അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.